മലയാള സിനിമയിൽ ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലെ കടന്നു വന്ന നടനാണ് ശങ്കർ. ഒരു കാലത്ത് ശങ്കർ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഓളം വളരെയധികം വലുതായിരുന്നു. സൂപ്പർ സ്റ്റാർ പരിവേഷത്തിൽ അറിയപ്പെട്ട ശങ്കറിൻ്റെ പ്രതാപകാലം വളരെ പെട്ടെന്നായിരുന്നു അവസാനിച്ചത്. ഒരിക്കൽ മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും ഒക്കെ സൂപ്രധാന പദവിയുള്ള നടനായിരുന്നു ശങ്കർ. എന്നാൽ അദ്ദേഹം എങ്ങനെയാണ് സിനിമയിൽ നിന്ന് ഔട്ടായത് എന്ന കാര്യം അധികമാർക്കും അറിയാത്ത ഒരു കാര്യമാകും. സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ശങ്കറിനെ ബാധിച്ചത് എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നത്. ഇപ്പോൾ ശങ്കറിനെക്കുറിച്ചുള്ള ചില സത്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്ന നിർമ്മാതാവും സംവിധായകനുമായ ശരത് ചന്ദ്രൻ സിനിമയിൽ നിന്നും ശങ്കറിനെ അകറ്റി നിർത്തിയ യഥാർത്ഥ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ശങ്കർ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം 15 ലക്ഷത്തോളം രൂപ ടാക്സായി അടയ്ക്കാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഈ തുക അടയ്ക്കാൻ ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ശങ്കർ മറ്റൊരാളോട് പണം കടം ചോദിച്ചു എന്നും പണം ലഭിക്കണമെങ്കിൽ എന്തെങ്കിലും ഈട് തരണമെന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ ശങ്കർ തൻ്റെ സ്വന്തം വീടാണ് അയാൾക്ക് നൽകിയത്. ഈ സംഭവത്തിന് താൻ മാത്രമാണ് സാക്ഷി എന്നും ശരത്ചന്ദ്രൻ പറയുന്നു. ഈ സമയത്താണ് ശങ്കറും അംബികയും തമ്മിൽ പ്രണയത്തിലായിരുന്നത്. ഇരുവരുടെയും പ്രണയം വിവാഹത്തിലെത്തുന്ന സമയമായിരുന്നു അത്. എന്നാൽ ശങ്കറിൻ്റെ സ്വത്ത് പോയതോടുകൂടി അംബികയുടെ സ്വഭാവം പാടെ മാറിയെന്നും പറയുന്നു. അംബികയും അവരുടെ അമ്മ സരസമ്മയും സ്ഥിരമായി ശങ്കറിൻ്റെ വീട്ടിൽ വരുന്നവരായിരുന്നു. ശങ്കറിൻ്റെ അമ്മയായിരുന്നു എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി നൽകിയിരുന്നത്. എന്നാൽ കഷ്ടകാലം വന്നപ്പോൾ അംബികയുടെ നിറം മാറി. ശങ്കറും അംബികയും അടുത്തടുത്ത് താമസിച്ചവരാണ്. അവർ വിവാഹം കഴിച്ചില്ല എന്നേയുള്ളൂ. ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ശങ്കറിൻ്റെ സമയം ഒട്ടും ശരിയല്ലായിരുന്നു. ആ ബന്ധം നഷ്ടമായതോടുകൂടിയാണ് അമേരിക്കയിലുള്ള ഒരു ഡോക്ടറുടെ മകളെ ശങ്കർ വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് ആ കുട്ടി ശങ്കറിനെ കാണാൻ കോളേജിൻ്റെ മുൻപിലൂടെ പോകുമായിരുന്നു. പിന്നീട് അവർ വിവാഹം കഴിച്ചപ്പോൾ ശങ്കറിനും അമ്മയ്ക്കും ഒക്കെ വളരെയധികം സന്തോഷമായി. അങ്ങനെ ഭാര്യ പിതാവിൻ്റെ കെയർ ഓഫിലാണ് ശങ്കർ ആദ്യമായി അമേരിക്കയിലെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ സ്വീകരിച്ചതിന് ശേഷം അവർ ശങ്കറിനെ പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇന്ത്യയിലേക്ക് വന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി. ശങ്കർ അമേരിക്കയിൽ തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. അവിടെ നിന്നും സമ്പാദിച്ച പണം കൊണ്ട് നാട്ടിൽ രാജകൊട്ടാരം പോലെ വീട് പണിതതിന് ശേഷമാണ് അദ്ദേഹം രണ്ടാമതും വിവാഹം കഴിക്കുന്നത്. പിന്നീട് 2-3 പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തുവെങ്കിലും ആ പടങ്ങളൊന്നും ഓടിയില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നത് എന്നും പറയുന്നു. ശങ്കർ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സിനിമാ മേഖലയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനം മറ്റുള്ളവർ കൈയടക്കി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കയ്യകലത്തിൽ നഷ്ടമായ സിനിമയിലെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ ക്യാരക്ടർ റോളുകളിലൂടെ ശങ്കറിനാകുമെന്നതാണ് GPS മീഡിയയുടെ പ്രത്യാശ. ഒരു നല്ല രണ്ടാം വരവ് ശങ്കറിന് ഉണ്ടാകട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു.